ഇപ്പോൾ മിനിസ്റ്റർ ബിന്ദു കൃഷ്ണ നമ്മോടൊപ്പം ഉണ്ട്. മിനിസ്റ്റർ, ഈ കോറോത്ത തൊഴിലാളികളുടെ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളുടെ ചർച്ച. എന്തൊക്കെയാണ് സർക്കാരിൻ്റെ അടിയന്തര നടപടികൾ? അതിലുള്ള ജോലി നഷ്ടപ്പെട്ട ജീവനക്കാരികളും നമ്മുടെ ചർച്ചയുടെ പാനലിലുണ്ട് ഈ ഘട്ടത്തിൽ. ശ്രീമതി ബിന്ദു കൃഷ്ണ. തീർച്ചയായും ഈ വിഷയം വളരെ ആശങ്കയോടുകൂടിയാണ് നമ്മൾ എല്ലാവരും നോക്കിക്കണ്ടത്. ഒരു സുപ്രഭാതത്തിൽ രാവിലെ ജോലിക്ക് എത്തുമ്പോൾ പിരിച്ചുവിടുന്നു എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കേരളം പോലെ തൊഴിൽ സംസ്കാരമുള്ള, തൊഴിൽദാതാക്കളെയും തൊഴിലാളികളെയും ചേർത്ത് പിടിക്കുന്ന ഒരു നാടിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു സംഭവമാണ് കൊച്ചിയിലും കോഴിക്കോടും ഉണ്ടായത്. അപ്പോൾ തന്നെ വകുപ്പ് ഇടപെട്ട് തൃക്കാക്കര MLA ശ്രീമതി ഉമാ തോമസ് നേരിട്ട് അവിടെ എത്തി ജില്ലാ ലേബർ ഓഫീസർ ജീവനക്കാരുമായും അതുപോലെ മാനേജ്മെന്റ് പ്രതിനിധികളുമായും ചർച്ച നടത്തി. ആ ചർച്ചയുടെ ഞാനും വിളിച്ചു, സംസാരിച്ചു. എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഇടപെട്ട് ആ നടപടി മരവിപ്പിക്കുന്നു എന്ന അറിയിപ്പാണ് നമുക്ക് തിരികെ നൽകിയത്. എന്നാൽ തൊട്ടടുത്ത ദിവസം ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് ബാക്കി പണം വരുന്നു. ആ ധാരണ ലംഘിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ എന്നാലും സംസ്ഥാന തൊഴിൽ വകുപ്പ് ചർച്ചകൾ അവസാനിപ്പിക്കാതെ തുടർന്നുകൊണ്ടേയിരുന്നു. അവരുടെ ഒഫീഷ്യൽസുമായി സംസാരിക്കുന്നതിനായി നാളെ ലേബർ സെക്രട്ടറി കൊച്ചിക്ക് പോകാനിരുന്നതാണ്. ഇപ്പൊ ലേബർ കമ്മീഷൻ നാളെ തന്നെ അവിടെ എത്തി ഉള്ളവരെ കാണുന്നുണ്ട്. അതിനിടയിൽ അവരുടെ ഹയർ ഒഫീഷ്യൽസിനാണ്, നമുക്കറിയാം US ബേസ്ഡ് കമ്പനിയാണ്, ഹയർ ഒഫീഷ്യൽസുമായി കോണ്ടാക്ട് ചെയ്യാതെ ഇതിൽ തീരുമാനം എത്തിക്കാൻ കഴിയില്ല എന്ന് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് നിരന്തരമായി അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഇന്ന് വൈകുന്നേരമാണ് വെള്ളിയാഴ്ച ഹയർ ഒഫീഷ്യൽസ് 10-ാം തീയതിയും അതിനുശേഷം വരാമെന്ന് പറഞ്ഞു. 10-ാം തീയതി ഞങ്ങൾ എല്ലാവരും മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് കൊച്ചിയിലേക്ക് പോവുകയാണ്. ചർച്ച നടത്തി സ്ഥാപനത്തെ ഇവിടെ നിലനിർത്തുവാനും അവിടുത്തെ പ്രിയപ്പെട്ട ജീവനക്കാർക്ക് തൊഴിൽ ഉറപ്പുവരുത്തുവാനുള്ള ആത്മാർത്ഥമായ ശ്രമം സർക്കാർ നടത്തുകയാണ്. മിനിസ്റ്റർ ഉൾപ്പെടുന്ന ചർച്ചയായിരിക്കുമോ? അതെ, ഞാൻ എന്റെ മറ്റെല്ലാ പരിപാടിയും മാറ്റിവെച്ച് അവരെപ്പോഴും ഹയർ ഒഫീഷ്യൽസ് എപ്പോ വരുന്നോ അപ്പോൾ തന്നെ എല്ലാ പരിപാടികളും മാറ്റിവെച്ച് കൊച്ചിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. അവർ വരുമെന്ന് അറിയിച്ചിരിക്കുന്നത് 10-ാം തീയതി ആണ്. അതുകൊണ്ടാണ് 10-ാം തീയതി കൊച്ചിയിലേക്ക് ചർച്ചയ്ക്ക് പോകുന്നത്. ആദ്യഘട്ടത്തിൽ മിനിസ്റ്റർ അടക്കമുള്ളവർക്ക് നൽകിയ ഉറപ്പ് ലംഘിച്ച് ധിക്കരിച്ച ഒരു കമ്പനിയാണ്. അപ്പോൾ മിനിസ്റ്റർ തന്നെ ഡയറക്റ്റ് ഇടപെടാതെ ഈ തൊഴിലാളികളുടെ സഹോദരങ്ങളുടെ കാര്യം ശരിയാകുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായും ഡയറക്റ്റ് ആണല്ലോ. എപ്പോഴും അവർ ഇന്ന് വരികയാണെങ്കിൽ, ഇന്ന് രാത്രി വരികയാണെങ്കിൽ ഞാൻ ചർച്ചയ്ക്ക് പോകാൻ തയ്യാറാണ്. പക്ഷെ അവർ 10-ാം തീയതി എത്തുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് അത് പോകുന്നത് 10-ാം തീയതിക്ക് മാറ്റിയത് ഹയർ ഒഫീഷ്യൽ. ഓക്കെ.